ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc MLT കോഴ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റ് കോമ്പിനേഷൻ എടുത്ത് പഠിച്ച് +2 50% മാർക്കോട് കൂടി പാസ്സായവർക്കാണ് BSc MLT പഠിക്കാൻ എലിജിബിൾ ആയിട്ടുണ്ടായിരിക്കുക. BSc MLT എന്ന് പറയുന്നത് ഒരു 4 ഇയർ കോഴ്സാണ്. 3 വർഷത്തെ പഠനവും അതിൻ്റെ ഒപ്പം തന്നെ 1 വർഷത്തെ കമ്പൾസറി ഇൻറ്റേൺഷിപ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഒരു BSc MLT സ്റ്റുഡൻസ് ചെയ്യുന്നത് യൂറിൻ അനാലിസിസ്, ബ്ലഡ് അനാലിസിസിനൊക്കെ സ്റ്റുഡൻസിനെ വെൽ ട്രെയിൻഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് BSc MLT സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സുകളും അപ്ലൈയും ഒക്കെ വരുന്നത് നമ്മുടെ LBS വഴി LBS ത്രൂ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ BScക്ക് ശേഷം ഹയർ എഡ്യൂക്കേഷനും സാധ്യമാണ്. നമ്മുടെ കേരളത്തിനകത്ത് 3 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസുകളാണുള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓഫ് പെരിയാരം കണ്ണൂർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓഫ് കോഴിക്കോട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓഫ് ട്രിവാൻഡ്രം. പിന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസുകളും കേരളത്തിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലൊക്കെയായി ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഇയറിലേക്ക് പഠിക്കാൻ വരുന്ന സബ്ജക്റ്റ് ലൈഫ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിയോളജി ആൻഡ് ബേസിക്സ് ഓഫ് ബയോകെമിസ്ട്രി, ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ പത്തോളജി, ജനറൽ മൈക്രോബയോളജി എന്നീ സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ഹിസ്റ്റോപത്തോളജി ആൻഡ് സൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി ആൻഡ് പാരസിറ്റോളജി, പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ്സും ഉണ്ടായിരിക്കുന്നതാണ്. തേർഡ് ഇയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ബയോകെമിസ്ട്രി ആൻഡ് ഓട്ടോമേഷൻ കോആഗുലേഷൻ സ്റ്റഡീസ് ആൻഡ് ബ്ലഡ് ബാങ്ക് പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കും. പിന്നെയുള്ള സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി, മൈക്കോളജി ആൻഡ് വൈറോളജി. പിന്നെ നിങ്ങൾക്ക് വരുന്നത് 4ാമത്തെ വർഷത്തിൽ കംപ്ലീറ്റ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആണ്. അത് ഗവൺമെൻറ് സെക്ടറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നിങ്ങളുടെ ഡൗട്ടാവും ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. നമ്മുടെ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും നമ്മുടെ ബ്ലഡൊക്കെ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യൻ്റെ ആവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ BSc നഴ്സിങ്ങിന് റാങ്ക് ലിസ്റ്റിലൊക്കെ BSc നഴ്സിങ്ങിന് താഴെയാണ് BSc MLT വരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം മാർക്ക് വേണ്ട ഒരു കോഴ്സാണ് BSc MLT എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് മാർക്ക് അത്യാവശ്യമുള്ളവർക്കാണ് BSc MLTക്ക് ഗവൺമെൻറ് കോളേജസിലൊക്കെ സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തും ഒട്ടനവധി ജോലി സാധ്യതയുള്ള കോഴ്സാണ് BSc MLT എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ BSc കഴിഞ്ഞിട്ട് MSc എടുത്ത് പഠിച്ച് പുറത്തോട്ട് അബ്രോഡൊക്കെ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതാവും ഒന്നും കൂടി നന്നാവും. നിങ്ങൾ MSc ഒക്കെ എടുത്ത് പുറത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാലറി ഒക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഞാൻ ഈ BSc MLT കോഴ്സിനെ കുറിച്ച് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്. എൻ്റെ ചാനലിൽ തന്നെ ഒരു MLTയുടെ ഒരു ഡിപ്ലോമ കോഴ്സ് 2 ഇയറിൻ്റെ കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ, സാലറി, ഫീസ് സ്ട്രക്ചർ, കോഴ്സ് ഡ്യൂറേഷന്, എലിജിബിലിറ്റി എല്ലാം ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ DMLT കോഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിലെടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്.